ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, എനർജി, തോട്ട്സ്, അതുപോലെ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ. മാനിപ്പുലേറ്റീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഒരു കൃത്രിമത്വം യൂസ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ, അതായത് ഒരു 2 മന്തേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 മന്തേ ആയിട്ടുള്ളൂ, വീക്കേ ആയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പരിചയപ്പെട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ആ വ്യക്തി ഒരിക്കലും റിയൽ അല്ല. നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ആ പേഴ്സണെ, അതായത് ആ പേഴ്സൺ പറയുന്നത് തന്നെ കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് ചൂഴ്ന്ന് നോക്കേണ്ടതാണ്, ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ പേഴ്സണ് നിങ്ങളെടുത്ത് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം അടുത്ത് നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തികളാണെങ്കിലാണ് ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. മാനിപ്പുലേറ്റീവ് എനർജി കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടറൊക്കെ അവർക്ക് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ആ പേഴ്സണിനെ എന്താന്നുള്ളത് കറക്റ്റായിട്ട് വെച്ച് നോക്കി മാത്രം അവരുടെ അടുത്ത് ഇടപഴകുക. അവരെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ മാനിപ്പുലേറ്റീവ് എനർജിയുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഓൾറെഡി നിങ്ങൾ ആ പേഴ്സണെ പഠിച്ചിട്ടുണ്ടാകാം, അവരുടെ ക്യാരക്ടറുകൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഈ പേഴ്സൺ എന്താ ഏതാ എങ്ങനെയുള്ളതാണ് എന്നൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. മേ ബി അത് നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നല്ല സ്വഭാവങ്ങളായിരിക്കാം. ഐ മീൻ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സംതിങ് അവരെ വളരെയധികം അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അട്രാക്ഷൻ്റെ പേരിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളെ കണ്ട സമയത്ത് ഈ ഒരു അട്രാക്ഷൻ കാരണം ഈ പേഴ്സണ് ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്തൊന്നും തോന്നാത്തൊരു ഇഷ്ടം നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുണ്ട്. അത്രയും അട്രാക്ഷൻ അല്ലോ എഫെക്ഷനൊക്കെ തോന്നിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണ് വേണ്ടി. എന്തെങ്കിലും നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടും, നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ന്യൂ ബിഗിനിങ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് ഈ പേഴ്സണായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻ നല്ല രീതിക്ക് പോസിറ്റീവായിട്ട് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഓക്കെ, പഴയ കാര്യങ്ങൾ അവിടെയെല്ലാം വിട്ടിട്ട് ഇവർ പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നു. ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നതായിട്ടാണ്, അതായത് വീണ്ടും പ്രപ്പോസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ 3 കാർഡ്സും എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. അവരുടെ എനർജി കിട്ടി, ആൻഡ് അതുപോലെ അവരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള തോട്ട്സ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവർ ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഐഡിയാസുകൾ വരുന്നുണ്ട്, അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ വരണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം സംഭവിക്കുന്നത്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പം
ഈ പേഴ്സൺ ഇപ്പം തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ജസ്റ്റിസ് ആണ്, നീതിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര സ്ട്രഗിളിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും ആ പേഴ്സണും അറിയാം. ആ പേഴ്സൺ മേ ബി സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം, അത് ചീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു സിറ്റുവേഷൻ ആയിട്ടാണ് അവർക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും ഒരു ആക്ഷൻ ഉണ്ടാവുന്നത് ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങളടുത്ത് സംസാരിക്കുക, ദെൻ എന്താണ് തീരുമാനം എന്ന് രണ്ടുപേരും കൂടി എടുത്തു കഴിഞ്ഞിട്ട് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. ഇവരിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളെയും കൊണ്ട് പോകണം എന്നാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ, അതായത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് കാണുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ് ആണ് വന്നത്. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇതിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കാം. നൈറ്റ് ഓഫ് പെൻഡക്കിളിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻഡക്കിൾ ആണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്തായാലും ഇവർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു റീയൂണിയൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് എൻഡ് ആക്കണം എന്നുള്ളത് ഇവരിവിടെ ചിന്തിക്കുന്നില്ല. അത് നമുക്ക് ഫസ്റ്റ് കാർഡ്സ് എടുത്തപ്പോൾ തന്നെ കണ്ടായിരുന്നു. അവർക്ക് നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ സംസാരം ആ ഒരു രീതിക്കും തന്നെ ആയിരിക്കും. അവരുടെ ഉദ്ദേശം നോക്കുമ്പോഴും അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വിട്ടു പോകണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് ഇനി പറ്റില്ല, ഇനി വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചാലും ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറുമായിരിക്കാം. അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലില്ല. അവർക്ക് നിങ്ങളെ കൂടെ മൂവ് ചെയ്യണം. മേ ബി അവരിങ്ങനെ പറയുമായിരിക്കാം, ഒരു ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും പോകാം. അതായത് ഇവർക്ക് ലൈഫ് ലോങ് നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഭയങ്കര ചൊറിച്ചിൽ. അപ്പം അവർ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ നഷ്ടപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് കറണ്ട് എനർജിയിൽ ഇതൊരു സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്ന ഒരു കാർഡാണ്. ഒരു ചീറ്റിംഗ് കാർഡാണ്. ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഇത് മേ ബി ഈ പേഴ്സണ് ഓൾറെഡി പാസ്റ്റിൽ ഒരാൾ ഉണ്ടായിരിക്കാം. നിങ്ങളെക്കാൾ മുന്നേ അറിയുന്ന ഒരാളോ, അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വാല്യൂ കൊടുത്തിട്ടുണ്ടാകാം വേറെ ഏതെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ നിങ്ങളെക്കാൾ മുന്നേ അറിയുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു ചീറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിയിട്ട് വേറെ ആളുകളിലേക്ക് പോകുന്നത്, അത് മുന്നേ ഉള്ള ആളായിക്കോട്ടെ, പിന്നെ വരുന്ന ആളായിക്കോട്ടെ, പുതിയ ആളായിക്കോട്ടെ, ആരാണെങ്കിലും അതൊരു ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷൻ കാരണം ഐ തിങ്ക് നിങ്ങൾ പ്രശ്നം ഉണ്ടാവുന്നത് ഇങ്ങനെ തേർഡ് പാർട്ടീസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളത് കാണുന്നു. ആൻഡ് ഇവിടെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഇത്രയും നാളും ഒരു കൺട്രോൾഡ് ആയിരുന്നു, തേർഡ് പാർട്ടിയുടെ കൺട്രോൾഡ് ആയിരുന്നു. ഒരു എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണെ അവർ ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒരു ഭയങ്കരമായിട്ടും സ്റ്റക്കഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആക്ഷൻ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞു പോയതാണ് പറയുന്നത്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ആ ഒരു തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അവർ സ്റ്റക്കഡായിരുന്നു. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് അവർക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ആ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്കൊരു
ക്ലാരിറ്റി തരാതെ അല്ലെങ്കിൽ അതിലൊരു റിപ്ലൈ തരാതെ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും എന്താണ് ഈ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇത്രത്തോളം വേദനിപ്പിക്കുന്നത് എന്തിനാണ്, ഇതിന് മാത്രം തെറ്റ് നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കാര്യം വരാനുള്ള റീസൺ അല്ലെങ്കിൽ ഒന്ന് ബ്ലാക്ക് മാജിക് ആയിരിക്കും, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടീസ് അത്രയും സ്ട്രോങ് ആയിട്ട് അവരെ സ്റ്റക്ക്ഡ് ആക്കിയിട്ട് വെച്ചേക്കുവാണ്. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അവർക്ക്. ഓക്കെ, അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. ഓക്കെ, ദെൻ അവർക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ സ്വയം, അവർക്കൊരു ജഗളിങ് അവസ്ഥയാണ് കാണിക്കുന്നത്, ബാലൻസ് ഇല്ലായ്മ അവർക്ക് തന്നെ സ്വയം ഫീൽ ചെയ്തു. അതായത് ഞാൻ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ഡബിൾ എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒട്ടും മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവർക്ക് അത് കുറയാണ്, ആ ഒരു എനർജി കുറയാണ്. ദെൻ അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഒരു ജഗിളിങ് വരികയാണ്. അവർ എന്താ പറയുക, നിങ്ങളടുത്തോട്ട് വരണോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണോ എന്നുള്ളൊരു അവസ്ഥയിൽ അവരുടെ തോട്ട്സ് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. പെയിൻഫുൾ എൻഡിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളും ആ പേഴ്സണും തമ്മിൽ. അവർക്ക് ഫീലിങ്സും ഇമോഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് ഉണ്ട്, പക്ഷേ അവരതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ബോട്ടം ഓഫ് ദ ഡക്ക് ഏസ് ഓഫ് കപ്സും അതുപോലെ 10 ഓഫ് പെൻഡക്കിളുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പം ഒരു പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ പ്രസൻറ്റിലെ എനർജിയും സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു, എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം അതിനുശേഷം ഫൈനലി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൂണിയൻ്റെ കാര്യം, പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫൈനലി വന്നതും അത് തന്നെയാണ്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു, നിങ്ങളുടെ ആകർഷണം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്നേഹം തുളുമ്പുന്ന, നിറഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതിൻ്റെ ഒരു പൂർത്തീകരണം, ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവരുമായിട്ടൊരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഇവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ ജസ്റ്റിസ് വന്നതുകൊണ്ട് തന്നെ തീരുമാനം നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചെടുക്കുന്നതാണ്. ഒരിക്കലും അവർ വന്നതിന് ശേഷം അവരുടെ ഫോഴ്സ്ഫുള്ളി അവരൊരു സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. തീരുമാനം രണ്ടുപേരതും കൂടി ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കൂട്ടുക, നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അവർ ഫോഴ്സ് ചെയ്യില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ തീരുമാനം എന്താണ്, ഫ്രണ്ടായിരിക്കണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണം, അതിൽ ഏത് തീരുമാനമായാലും അവരത് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് അവരുടെ മുന്നോട്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ. അപ്പം റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.